നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ, അതായത് CDS2 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പരീക്ഷയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ UPSC നടത്തുന്ന CDS2 എക്സാം വഴി സെലക്ട് ആവുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് SSC നോൺ ടെക്നിക്കൽ കോഴ്സിലേക്ക് ചേരാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 17 ഒഫീഷ്യൽ വെബ്സൈറ്റ് upsc.gov.in. അപേക്ഷിക്കാനുള്ള ലിങ്ക് upsconline.nic.in. ഇപ്പോൾ പുതിയ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിലൂടെയാണ് അപേക്ഷിക്കാനുള്ളത്. 4 സ്റ്റേജസ് ആണ് അതിൽ വരുന്നത്: അക്കൗണ്ട് ക്രിയേഷൻ, യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ കോമൺ ആപ്ലിക്കേഷൻ ഫോം ആൻഡ് എക്സാം സ്പെസിഫിക് മൊഡ്യൂൾ. ഇപ്പോൾ ഈ പോർട്ടൽ ഉപയോഗിച്ച് തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷയോടൊപ്പം ആവശ്യമായിട്ടുള്ള രേഖകൾ കൂടി അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന പ്രൂഫ്, അതേപോലെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ്, മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും കൂടി അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോ ID കാർഡ് നിർബന്ധമാണ്. അതായത് ആധാർ, വോട്ടേഴ്സ് ID അല്ലെങ്കിൽ പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഏതെങ്കിലും സർക്കാർ അംഗീകരിച്ച ഫോട്ടോ ID കാർഡ് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ID കാർഡ് എല്ലാ ഘട്ടങ്ങളിലുള്ള പരിശോധനയ്ക്ക് ഉപയോഗിക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അത് കൊടുക്കുക. UPSC ആധാർ കാർഡ് ഉപയോഗിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. കാരണം അതിലൂടെ വെരിഫിക്കേഷൻ വേഗത്തിൽ നടക്കും. നെക്സ്റ്റ്, അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് ഏകദേശം ഒരാഴ്ച മുമ്പ് UPSC വെബ്സൈറ്റിൽ കൂടി മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യപേപ്പറിൽ തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. അതേപോലെ ചോദ്യങ്ങളിലെ പരാതികൾ സമർപ്പിക്കാൻ പരീക്ഷ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് 7 ദിവസത്തിനുള്ളിൽ മാത്രം നമുക്ക് പരാതികൾ സമർപ്പിക്കാനായിട്ടും സാധിക്കും. അതിൻ്റെ പോർട്ടലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ OMR ആൻസർ ഷീറ്റ് എഴുതുമ്പോൾ ബ്ലാക്ക് പെൻ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക.